നമസ്കാരം. പെന്റഗണിൽ അഗ്നി ആളിക്കത്തിക്കുന്ന ഇറാന്റെ വേട്ട. അമേരിക്കൻ ശക്തികളെ ചാരമാക്കാൻ ഇറാന്റെ പെൺപുലികൾ. ഒന്നുമല്ല, രണ്ടുമല്ല. ഒടുവിൽ ഇറാന്റെ ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിയുകയാണ്. നയതന്ത്രമേശയിലെ വാഗ്ദാനങ്ങൾ പച്ചയായി ലംഘിക്കപ്പെട്ടപ്പോൾ ഇറാൻ തങ്ങൾ ഇതുവരെ കാത്തുസൂക്ഷിച്ച എല്ലാ മര്യാദകളും മാറ്റിവെച്ചു. ശത്രുവിന്റെ പ്രകോപനങ്ങൾക്ക് മുന്നിൽ ഇറാൻ പാലിച്ച നിശബ്ദത സത്യത്തിൽ അത് ഭീരുത്വമായിരുന്നില്ല, മറിച്ച് ഒരു മഹാകൊടുങ്കാറ്റിന് തൊട്ടു മുമ്പുള്ള ശാന്തത മാത്രമായിരുന്നു. അമേരിക്കൻ ശക്തികളെ ചാരമാക്കാൻ ഇറാന്റെ പെൺപുലികൾ വരെ രംഗത്തെത്തുന്ന കാലമായി മാറി. നടക്കാൻ പോകുന്നത് പെന്റഗണിൽ അഗ്നി ആളിക്കത്തിക്കുന്ന ഇറാന്റെ നരവേട്ടയായിരിക്കും ഇനി. ആ ശാന്തത ഭേദിച്ചുകൊണ്ട് ഒടുവിൽ ആജ്ഞ പുറത്തു വന്നപ്പോൾ ആകാശവും ഭൂമിയും മിസൈലുകളാലും ഡ്രോണുകളാലും മൂടപ്പെട്ടു. അമേരിക്ക ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ 8 വൻകിട സൈനിക താവളങ്ങളാണ് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് ഒരൊറ്റ രാത്രി കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയത്. അമേരിക്കൻ സൈന്യത്തിന്റെ അഹങ്കാരത്തിന് മേൽ ഒന്നിനു പുറകെ ഒന്നായി പതിച്ച പ്രഹരങ്ങൾ വെറുമൊരു തിരിച്ചടിയായിരുന്നില്ല. അത് ശത്രുവിന്റെ കോട്ടകളെ പിഴുതെറിയുന്ന ഒരു സിനിമാറ്റിക് ആക്ഷൻ ത്രില്ലറിനെ അനുസ്മരിപ്പിക്കുന്ന വേട്ടയാടലായിരുന്നു. തങ്ങളെ തൊട്ടാൽ കനലല്ല, സാമ്രാജ്യത്വ ശക്തികളെ ചാരമാക്കാൻ പോകുന്ന ആളിക്കത്തുന്ന അഗ്നിയാണ് എന്ന് ഇറാൻ ഈ വിനാശകരമായിട്ടുള്ള ഒറ്റപ്രഹരത്തിലൂടെ തെളിയിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും ആഗോള ഊർജ്ജ വിപണിയെയും ഒരേപോലെ നടുക്കിക്കൊണ്ട് ഇറാൻ നടത്തിയ ഈ വൻ തിരിച്ചടി ഇനി തങ്ങൾ ആരുടെയും മുന്നിൽ തലകുലിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ്. വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശക്തി പ്രകടനങ്ങളുടെ പ്രധാന യുദ്ധവേദിയായി മാറിയ 39 കിലോമീറ്റർ വീതിയുള്ള ഹോർമൂസിൽ സമീപകാല വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം സമാധാനം മടങ്ങിയെത്തുമെന്നായിരുന്നു ലോകത്തിന്റെ മുഴുവൻ പ്രതീക്ഷ. എന്നാൽ ഇപ്പോൾ അവിടെ വീണ്ടും മുഴങ്ങുന്നത് യുദ്ധത്തിന്റെ കാഹളങ്ങളാണ്. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇറാൻ നടത്തിയതായി പറയപ്പെടുന്ന ആക്രമണം പുതിയ ചർച്ചകൾക്ക് വഴിതെളിച്ചത്. കുവൈറ്റിലെ അലി അൽ സലോം എയർബസ്, ബഹ്റൈനിലെ അമേരിക്കൻ 5ാം നാവികസേനയുടെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള 8 അമേരിക്കൻ സൈനിക സ്ഥാപനങ്ങളാണ് ഇറാൻ ലക്ഷ്യമിട്ടതെന്ന് IRGCയുടെ അവകാശവാദം. ബാലിസ്റ്റിക് മിസൈലുകളും ദീർഘദൂര ആക്രമണ ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ചില കേന്ദ്രങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള നാശനഷ്ടമുണ്ടായിട്ട് ഇറാൻ തന്നെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ അവകാശവാദങ്ങളെ അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇത്രയും വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നുവെന്ന അവകാശവാദം തന്നെ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ്. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലവും അതീവ സങ്കീർണമാണ് എന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച ഒരു വാണിജ്യ എണ്ണ ടാങ്കറുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ ഇറാന്റെ തീരപ്രദേശങ്ങളിലെ ചില സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ ആരോപിക്കുന്നു. മറുവശത്ത് സമുദ്ര ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടാണ് നടപടികൾ സ്വീകരിച്ചത് എന്നുള്ള അമേരിക്കയുടെ നിലപാട് വരുന്നു. അങ്ങനെ ഇരു രാജ്യങ്ങളും പരസ്പരം ധാരണാപത്ര ലംഘനം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ വെടിനിർത്തൽ ക്രമീകരണങ്ങൾ എത്രത്തോളം നിലനിൽക്കുമെന്നത് ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച തർക്കങ്ങളും സംഘർഷത്തിന് ഇന്ധനം പകരുന്ന ഒരു കാര്യമാണ്. സമുദ്ര ഗതാഗത സുരക്ഷയുടെ പ്രധാന ഉത്തരവാദിത്തം തങ്ങൾക്ക് തന്നെയാണ് എന്ന് ഇറാന്റെ അവകാശവാദം മുന്നിൽ നിൽക്കുമ്പോഴും അതേസമയം അന്താരാഷ്ട്ര ജലപാതകളുടെ സ്വതന്ത്ര ഉപയോഗം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തർക്കമാണ് പലപ്പോഴും കടലിലെ ചെറിയ ഏറ്റുമുട്ടലുകളെ വലിയ സൈനിക പ്രതിസന്ധികളാക്കി മാറ്റിയത് അല്ലെങ്കിൽ മാറ്റുന്നത് എന്നുള്ളതാണ്. ഇതിനിടെ ഇറാന്റെ തെക്കൻ പ്രവിശ്യകളിൽ സ്ഫോടന ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. ഹോർമോസ്ഖാൻ പ്രവിശ്യയിലെ ചില പ്രദേശങ്ങളിൽ പ്രൊജക്ടിലുകൾ പതിച്ചതായിട്ടും ചില ആശയവിനിമയ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ടും ഇറാനിയൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ സംഭവത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള സ്വതന്ത്ര സ്ഥിരീകരണങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ട് പോലുമില്ല. പശ്ചിമേഷ്യയിലെ പുതിയ സംഘർഷാവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കുക ആഗോള സമ്പദ് വ്യവസ്ഥയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഹോർമൂസ് കടലിടുക്ക് ദീർഘകാലം അസ്ഥിരമായ എണ്ണവിലയിൽ വലിയ വർധനവുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധരടക്കം മുന്നറിയിപ്പ് നൽകുമ്പോഴും എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും ഇതിന്റെ പ്രത്യാഘാതം നേരിട്ട് അനുഭവപ്പെടേണ്ടി വരും. ഇന്ധനവില വർധന, ചരക്ക് ഗതാഗത ചെലവിലെ വർധന, പണപ്പെരുപ്പം എന്നിവയിലേക്ക് ഈ സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇനി ലോകം കാതോർക്കുന്നത് ഹോർമൂസിന്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്ഫോടന ശബ്ദങ്ങൾക്കല്ല, മറിച്ച് തകർന്നടിഞ്ഞ താവളങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അമേരിക്കയും ഇറാനും അടുത്തതായി എടുക്കാൻ പോകുന്ന നിർണായകമായുള്ള തീരുമാനത്തിനാണ്. ഈ തീക്കളി നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് അവസാനിപ്പിക്കുമോ അതോ ലോകത്തെ ആകെ വിഴുങ്ങുന്ന മറ്റൊരു മഹായുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാവുന്ന ഇവിടെയാണ്. എന്നാൽ ഒന്നുറപ്പാണ്, കൃത്യമായ ഒരു നിലപാടോ ആർജവമോ ഇല്ലാതെ 1% പോലും നാണമില്ലാതെ വാക്കുമാറ്റി കളിക്കുന്ന അമേരിക്കൻ ഭരണകൂടം ഒരു കാര്യം ഓർക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ലോക ഭൂപടത്തിൽ സ്വന്തം വാക്കിനും നിലപാടിനും ഉറച്ചു നിൽക്കുന്ന, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട്. അതിന് മുൻപന്തിയിലാണ്
ഇറാന്റെ സ്ഥാനം എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഒപ്പുവെച്ച കരാറുകൾ കടലാസ് കഷ്ണങ്ങളെ പോലെ കാറ്റിൽ പറത്തി സമാധാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ഇത്രയും പ്രകോപനവുമായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് ഇതിലും വലിയ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന ശക്തമായുള്ള മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നട്ടലുള്ള നിലപാടുകളുമായിട്ട് ഇറാൻ ഉറച്ചു നിൽക്കുമ്പോൾ തരാതരത്തിന് വാക്കുമാറുന്ന ചരിത്രം മാത്രമുള്ള സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇനിയുള്ള നാളുകൾ അത്ര എളുപ്പമാകില്ല എന്ന് ഈ ഒരൊറ്റ തിരിച്ചടി കൊണ്ട് തെളിയിക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ചരിത്രത്തിൽ ഒന്നിനെയും തളച്ചിടുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അധികാരത്തിന്റെ ഹുഗിൽ ദുർബലരെ വേട്ടയാടുന്നവർക്ക് കാലം കരുതി വെക്കുന്ന ചില അപ്രതീക്ഷിത തിരിച്ചടികളുണ്ട്. അതിനെ നമുക്ക് കാലത്തിന്റെ കാവ്യനീതി എന്ന് വിളിക്കാം. വാഗ്ദാന ലംഘനങ്ങളുടെയും ചതിയുടെയും അധ്യായങ്ങൾക്ക് മുകളിൽ നെഞ്ചുക്കുള്ളവന്റെ ഇരട്ട പ്രഹരമേറ്റ് സാമ്രാജ്യത്വത്തിന്റെ കോട്ടകൾ തകരുന്ന ആ കാഴ്ചയ്ക്കായി വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം. വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഇറാന്റെ വീര്യത്തിന് മുന്നിൽ ഇനി ആര് വീഴും ആര് വാഴും എന്നത് കാലം തന്നെ തെളിയിക്കേണ്ടതാണ്. എന്തായാലും യുദ്ധം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെന്റഗണിലും വാഷിംഗ്ടണിലുമൊക്കെ ഇറാന്റെ ചാവേർപ്പടകൾ ഇനിയും ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അഗ്നി ആളിക്കത്തിക്കുന്ന ചാരമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. അമേരിക്കൻ ശക്തികളെ ചാരമാക്കാൻ വേണമെങ്കിൽ ഇറാന്റെ പെൺപുലികൾ വരെ വേട്ടയ്ക്കായി ഇറങ്ങും.